ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നമ്മുടെ SSLC 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ ആണ്. ഇത് പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് സൗരോർജ ലഭ്യതയിൽ സൂര്യപ്രകാശത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്തമായ ഋതുക്കൾക്ക് കാരണം. ഇനി ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചരിവും ഈ ഋതുഭേദങ്ങൾക്ക് കാരണമാണ്. സൂര്യപ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലുകള്, ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചരിവാണ് ഋതുക്കളിലെ പ്രധാന വ്യത്യാസത്തിന് കാരണം. ഓരോ സമയത്ത് നമുക്ക് ഓരോ ഋതുക്കളാണ് അല്ലെ. അപ്പൊ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലം വെക്കുന്നത്. സൂര്യനെ എല്ലാ ഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നുണ്ട്. സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നു. ഒരു ദീർഘവൃത്താകൃതിയാണ്, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് വലം ചെയ്യുന്നത്. ഇതിനെയാണ് റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് വിളിക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഭൂമി മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു. ഈ ചുറ്റുന്നതിന്റെ ഈ പാത ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്, ദീർഘവൃത്താകൃതിയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചരിവാണുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചരിവാണുള്ളത്. ഇതുണ്ടോ? ഇതൊരു 66 ഡിഗ്രി ചരിവുണ്ട്. ഇനി ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രി ആയിരിക്കും. ഒരു ലംബത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഇത് ഒരു 23.5 ഡിഗ്രി ആയിരിക്കും ഉള്ളത്. ഈ പരിക്രമണം ചെയ്യുന്ന മുഴുവൻ സമയവും ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നുണ്ട്. 66 ഡിഗ്രി ചരിവ് നിലനിർത്തുന്നു. ലംബത്തിൽ നോക്കിയാൽ 23 ഡിഗ്രി ചരിവ്. അപ്പോൾ ഇങ്ങനെ ഈ ചരിവിനെ നിലനിർത്തുന്നതിനെ വിളിക്കുന്നത് പാരലലിസം ഓഫ് ആക്സിസ്, അതായത് അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ചരിവ് ഇങ്ങനെ നിലനിർത്തുന്നു. ഇതിനെ വിളിക്കുന്നത് അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ്. അച്ചുതണ്ടിന്റെ സമാന്തരത. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് മുകളില് ഉത്തര ധ്രുവം, താഴെ വരുന്നത് ദക്ഷിണ ഭാഗമാണ്, ദക്ഷിണ ധ്രുവമാണ്. കണ്ടോ? ഒരു സൈഡിൽ പകലാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്താണ്? രാത്രിയാണ്. ഇനി സൂര്യനും ഭൂമിയും അടുത്തും അകന്നും വരുന്നത് എക്സാമിന് ഒരു സ്ഥിര ചോദ്യമാണ്. ഇത് നമ്മൾ പറയുകയാണ്. പരിക്രമണ കാലഘട്ടം. ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അടുത്ത് വരും, ചിലപ്പോൾ അകലെ വരും, ചിലപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കും. എപ്പോഴും ഇങ്ങനെ മാറ്റമാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം, ഈ ദിനമാണ് ദാണ്ട് സൂര്യ സമീപകം എന്ന് വിളിക്കുന്നത്. ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നു. വന്നങ്ങ് ഒട്ടിയിരിക്കുമെന്നാണോ? അല്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. 147 ദശലക്ഷം കിലോമീറ്റർ അകലെ നിൽക്കുമ്പോഴാണ് ഏറ്റവും അടുത്ത് വരുന്ന ഒരു ദിവസമാകുന്നത്. ഇതിൽ കൂടുതൽ അടുപ്പം വരുന്നില്ല. അപ്പൊ 147 ദശലക്ഷം കിലോമീറ്റർ, 147 ദശലക്ഷം കിലോമീറ്റർ. ക്ലിയർ ആണ്? അപ്പോ എല്ലാവർക്കും മനസ്സിലായി. 147 ദശലക്ഷം കിലോമീറ്റർ ആണ് സൂര്യ സമീപകം, പെരി ഹീലിയൻ എന്ന് പറയുന്നു. ഇനി സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ അകലുന്നു. ഇത് 152 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. 147 ഉണ്ട്, മറ്റത് 152 ആണ്. ഈ അകലം സൂര്യോച്ചം അല്ലെങ്കിൽ ആപ്ഹീലിയോൺ എന്നും സൂര്യ വിദൂര ദിനം എന്നുമൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ സൂര്യ സമീപ ദിനമുണ്ട്, സൂര്യ വിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം എന്നും അറിയപ്പെടുന്നു. അപ്പോ അടുത്ത് വരുന്ന ദിവസം ഏതാണ്? അടുത്ത് വരുന്ന ദിവസം ജനുവരി 3 ആണ്. അപ്പൊ അടുത്ത് വരുന്നത് ജനുവരി 3. അകന്നു പോകുന്ന ദിവസം, 4 മൂലയിൽ പോയി അകന്നിരുന്നു. ജൂലൈ 4 സൂര്യോച്ചം അല്ലെങ്കിൽ സൂര്യ വിദൂര ദിനമാണ് ജൂലൈ 4. അപ്പൊ സൂര്യൻ അടുത്ത് വരുന്നു, അകന്നു വരുന്നു. 147 ഓർക്കുക, ജനുവരി 3 ഓർക്കുക, സമീപ ദിനമാണ് എന്ന് ഓർക്കുക. സൂര്യോച്ചം എന്ന വിദൂര ദിനമെന്ന് ജൂലൈ 4, 152 ദശലക്ഷം, ഇത്രയും ഓർക്കുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമുകൾക്ക് പലതവണ ചോദിച്ചു. അടുത്ത ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ ഇതാണ്: സെപ്റ്റംബർ 23, ജൂൺ 21, ഡിസംബർ 22, മാർച്ച് 21. എന്താണ് നമുക്ക് പഠിക്കാം. അപ്പോ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നു അല്ലെ. അത് നമ്മൾ പറഞ്ഞു. 23 ഡിഗ്രിയാണ് ലംബതലത്തിൽ, അല്ലെങ്കിൽ 66 ഡിഗ്രിയാണ്. അപ്പോ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
ഉത്തരായന രേഖ 23.5 ഡിഗ്രിക്കും ദക്ഷിണായന രേഖ 23 ഡിഗ്രിക്ക് ഇടയിൽ ഇങ്ങനെ ഇതിന്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പരിക്രമണ വേളയിൽ ഒരു ചരിവ് നിലനിർത്തുന്നത് കൊണ്ട് സൂര്യന്റെ ചലനവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദക്ഷിണായനം ഉത്തരായനം 23 ഡിഗ്രി ഈ ഒരു ഡിഗ്രികൾക്കിടയിൽ സൂര്യന്റെ ചലനവും മാറിക്കൊണ്ടിരിക്കും. സൂര്യൻ ചലിക്കുന്നതിനെയാണ് അയനം, സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് വിളിക്കുന്നു. അപ്പൊ സൂര്യന്റെ അയനം കാരണം, സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നത് കാരണമാണ് ഭൂമിയിലെ പലതരത്തിലുള്ള ഋതുക്കൾ ഉണ്ടാകുന്നത്. ഒരു പരിക്രമണ കാലഘട്ടം, ഒരു വർഷം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിൽ 4 സ്ഥാനങ്ങളാണ് ഉള്ളത്. നോക്കിയേ, സൂര്യന് ചുറ്റും എത്ര സ്ഥാനങ്ങൾ വരുന്നു? സെപ്റ്റംബർ 23, ജൂൺ 21, മാർച്ച് 21, ഡിസംബർ 22, ഇങ്ങനെ 4 സ്ഥാനങ്ങൾ വരുന്നു. ഓക്കെയാണ്. അപ്പൊ സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അപ്പോ വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബ രശ്മികൾ പതിക്കുന്നത്. എവിടെയാണോ സൂര്യൻ ലംബമായി പതിക്കുന്നത് അവിടെ ചൂട് എങ്ങനായിരിക്കും? വളരെ കൂടുതലായിരിക്കും. എവിടെയാണോ സൂര്യൻ ഇങ്ങനെ ചരിഞ്ഞ് പതിക്കുന്നത് അവിടെ ചൂട് വളരെ കുറവായിരിക്കും. ലംബമായി പതിച്ചാൽ ചൂട് ഭയങ്കര കൂടുതൽ, ചരിഞ്ഞാണ് പതിക്കുന്നതെങ്കിൽ ചൂട് കുറവാണ്. സൂര്യന്റെ ഇങ്ങനെ അയനം കാരണം പലതരത്തിലുള്ള ഋതുക്കൾ വരും. വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം, ഇങ്ങനെ പലതരത്തിലുള്ള ഋതുക്കളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ എല്ലാ ഋതുക്കളും നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നത് മിതോഷ്ണ മേഖല അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖലയിലാണ്. മിതോഷ്ണ മേഖല അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖലയിലായിരിക്കും എല്ലാ ഋതുക്കളെയും കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം. സൂര്യൻ അക്ഷാംശ രേഖ ഏറ്റവും നടുക്കൂടെ വരയ്ക്കുന്നത് വലിയ അക്ഷാംശ രേഖയാണ്. ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ്. 23 ഡിഗ്രി നോർത്തിൽ കാണപ്പെടുന്നതിനെ ഉത്തരായന രേഖയെന്നും 23 ഡിഗ്രി തന്നെ സൗത്തിൽ കാണപ്പെടുന്നതിനെ ദക്ഷിണായന രേഖയെന്നും വിളിക്കുന്നു. ഇനി 66 ഡിഗ്രി നോർത്തിൽ കാണപ്പെടുന്നതിനെ ആർട്ടിക് വൃത്തമെന്നും 66 ഡിഗ്രി സൗത്തില് ദക്ഷിണത്തിൽ കാണപ്പെടുന്നതിനെ അന്റാർട്ടിക് വൃത്തം എന്നും പറയുന്നു. 90 ഡിഗ്രി നോർത്തിൽ കാണപ്പെടുന്നത് ഉത്തര ധ്രുവം, 90 ഡിഗ്രി സൗത്തിലാണെങ്കിൽ ദക്ഷിണ ധ്രുവം. അപ്പൊ സൂര്യലക്ഷ്മി ലംബമായി പതിക്കുന്നിടത്ത് ചൂട് കൂടുതൽ, ചരിഞ്ഞ് പതിക്കുന്നിടത്ത് ചൂട് വളരെ കുറവ്. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം 90 ഡിഗ്രിയാണ്. ആർട്ടിക് വൃത്തം അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രിയാണ്. ഉത്തരായന രേഖ ദക്ഷിണായന രേഖ 23 ഡിഗ്രി ഇടയിലാണ്. ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ്. അപ്പൊ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് ഇങ്ങനെ മുകളിൽ നിൽക്കും. ഈ ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിൽ സൂര്യൻ നിൽക്കും. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിട്ടായിരിക്കും രാവിലെയും രാത്രി സൂര്യപ്രകാശം കൃത്യമായിരിക്കും. ഓക്കെയാണ്. അപ്പൊ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ദിവസങ്ങൾ. അപ്പൊ ഇവിടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രി പകല് ഈക്വൽ ആണ്, തുല്യമാണ്. ഈ ദിനങ്ങളെ സമരാത്ര ദിനം അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ദിനങ്ങളെ സമരാത്ര ദിനം അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മള് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞത് അയനമാണ് ഋതുക്കൾക്ക് കാരണം. ഇനി ഒരു പരിക്രമണത്തിന് 66 ഡിഗ്രി, ലംബതലത്തിൽ 23 ഡിഗ്രി സഞ്ചാരപാതയാണ് പരിക്രമണം. എലിപ്റ്റിക്കൽ ഷേപ്പിൽ സഞ്ചരിക്കും. സമീപദിനം ജനുവരി 3 147 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. സൂര്യോച്ചം വിദൂര ദിനമാണ് 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ജൂലൈ 4. ഇനി ഋതുക്കൾ 4 ഋതുക്കളാണ് നമുക്കുള്ളത്. പിന്നീട് നമ്മൾ പറയേണ്ടത് അയനം കാരണമാണ് എന്തുണ്ടാകുന്നത്? ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ സൂര്യന്റെ ലംബമായിട്ട് പതിക്കുകയാണ് രശ്മികളെങ്കിൽ ചൂട് കൂടുതൽ, ചരിഞ്ഞു പതിച്ചാൽ ചൂട് കുറവാണ്. പിന്നെ നമ്മൾ പറയുന്നത് മിതോഷ്ണ മേഖലയിലാണ് ഈ ഒരു വ്യത്യാസങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം ഇതൊക്കെ കണ്ടു. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാണ് സൂര്യൻ വരുന്നത്. കണ്ടോ? മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും തുല്യമായ ഈക്വൽ ആയിട്ടുള്ള രാത്രിയും പകലുമാണ്.
അപ്പൊ ഇതിനെ എന്ത് വിളിക്കുന്നു? വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റൊരു പേര് എന്താണ്? വിഷുവങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? മാർച്ച് 21, ജൂൺ 23 പ്രത്യേകത, അല്ല, മാർച്ച് 21 സെപ്റ്റംബർ 23 സമരാത്ര ദിനം, രാത്രി പകൽ തുല്യം, സമരാത്ര ദിനം, വിഷുവങ്ങൾ, ഇക്വിനോക്സ് ഇംഗ്ലീഷിൽ പറയും. അപ്പോ മാർച്ച് 21 പ്രത്യേകത, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ നിൽക്കുകയാണ് സൂര്യൻ. അടുത്തത്, ഈ മാർച്ച് 21 മുതല് ഇത് വടക്കോട്ട് എന്ത് ചെയ്യുന്നു? അയനം സംഭവിക്കുന്നു, വടക്കോട്ട് പോകുന്നു. ജൂൺ 21 ആകുമ്പോൾ, എപ്പോഴാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 ആയി. ഏപ്രിൽ, മെയ്, ജൂൺ ആയി. ജൂൺ കൃത്യം 21 ആയി. മാർച്ച് 21 ജൂൺ 21 ആയി. അപ്പൊ ഉത്തരായന രേഖയില് 23.5 ഡിഗ്രി അതിന് കൃത്യം നേർമുകളിലെത്തും. അപ്പൊ ആദ്യം ഭൂമധ്യരേഖ 0 ഡിഗ്രിയിലായിരുന്നു. ഇതിങ്ങനെ വടക്കോട്ട് സഞ്ചരിച്ച് 23.5 ഡിഗ്രിയുടെ കൃത്യം നേർമുകളിലെത്തും. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിലെ സഞ്ചരിച്ചെത്തിയത് ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് എക്സാമിന്റെ ചോദ്യം, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന ഉത്തരം ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലാണ്. ഇപ്പൊ ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഇവിടെ പകല് കൂടുതലാണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ പകല്, രാത്രി കുറവാണ്, ഹ്രസ്വമായ രാത്രിയാണ്. ഈ ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ സൂര്യൻ നിൽക്കുന്നത്, അതുകൊണ്ട് പകല് കൂടുതലും ഹ്രസ്വമായ രാത്രിയുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പറയുക. വെരി ഇമ്പോർട്ടന്റ്, ആർക്കും മാറിപ്പോകരുത്. ഒന്നും കൂടെ ഞാൻ പറയുന്നു, ജൂൺ 21. ഇതിന്റെ പേരെന്ത്? ഗ്രീഷ്മ അയനാന്ത ദിനം. എവിടാണ് ഇപ്പൊ സൂര്യൻ നിൽക്കുന്നത്? 23 ഡിഗ്രി നോർത്തിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് പകൽ എവിടെ കൂടുതലാണ്? ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതലാണ്. രാത്രി എവിടെ എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ രാത്രി കുറവാണ്. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. പകല് കുറവാണ്, രാത്രി കൂടുതലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് മാത്രം പഠിക്കുക. എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്, ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കൂടുതൽ, രാത്രി കുറവ്. ഈ ദിവസത്തിന്റെ പേരെന്ത്? ഈ ദിവസത്തിന്റെ പേര് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്. ജൂൺ 21 ഈ ദിവസം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാണ്, സ്പ്രിംഗ് ആണ്. അപ്പോ ഭൂമധ്യരേഖയിൽ ഇരുന്ന ഈ സാധനം, ഈ സൂര്യൻ 23 ഡിഗ്രി നോർത്തിലെത്തിയിരിക്കുകയാണ്. ഭൂമധ്യരേഖയിൽ നിന്നത് മാർച്ച് 21 ഇപ്പോ ജൂൺ 21 ആയപ്പോ ഇത് ഉത്തരാർദ്ധഗോളത്തിൽ നേർമുകളിലായി. വസന്തകാലമാണിപ്പോ. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ്. ചെടികളൊക്കെ തളിർക്കുന്നു, പുഷ്പിക്കുന്നു, മാവൊക്കെ പൂക്കുന്നു, പ്ലാവുകളിലൊക്കെ ചക്കയൊക്കെ ഉണ്ടാകുന്നു. ഈ സമയമാണ്. ഇനി ഇപ്പോ വസന്തകാലമല്ലേ, ജൂണിലേക്ക് പോവുകയാണ് അല്ലെ. പ്ലാവൊക്കെ പൂത്ത്, മാവൊക്കെ പൂത്തു, നല്ല വസന്തകാലമാണ്, പൂക്കളൊക്കെ വന്നു. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തില് എന്താണ് എന്ന് മനസ്സിലായി. ഇനി ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ആരംഭിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു 23 ഡിഗ്രി നോർത്ത്, 23 ഡിഗ്രി സൗത്ത്, ഇവിടാണ് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഇപ്പൊ നോർത്തിൽ നിന്ന് ഈ സാധനം സഞ്ചരിച്ച് എവിടെ എത്തും? സെപ്റ്റംബർ 23 ആകുമ്പോഴത്തേക്ക് ഇത് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരും. അന്നേരം എന്താകുന്നു? ഈ കാലയളവില് വേനൽക്കാലം. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ, ഭൂമധ്യരേഖയിൽ നിന്ന് ഇത് എങ്ങോട്ട് സഞ്ചരിക്കുന്നു? താഴേക്ക് സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 23 മാർച്ച് 21 ഒരു പ്രത്യേകതയുണ്ട്. ഇക്വിനോക്സ്, വിഷുവങ്ങൾ, സമരാത്ര ദിനമാണ്, രാത്രി പകല് ഈക്വൽ ആണ്. ഇനി അടുത്തത് താഴോട്ട് സഞ്ചരിക്കുകയാണ്, ദക്ഷിണ ധ്രുവത്തിലേക്ക് വരികയാണ്. അപ്പൊ സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് അയനം തുടങ്ങി. ഡിസംബർ 22 ആകുമ്പോൾ ദക്ഷിണായന രേഖ 23 ഡിഗ്രിക്ക് നേർമുകളിലെത്തി. അപ്പോ ഉത്തരാർദ്ധഗോളത്തിൽ ഇതിനെ ശൈത്യായനാന്ത ദിനം അല്ലെങ്കിൽ വിന്റർ സോൾസ്റ്റേസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഇതിനെ ശൈത്യായനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. പകൽ ഇവിടെ എങ്ങനെയാണ്? കുറവാണ്. രാത്രി എങ്ങനെയായിരിക്കും? കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ കൂടുതലാണ്, രാത്രി കുറവാണ്. തിരിഞ്ഞു പോകരുത്. അപ്പൊ ഇപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ പകല് കുറവാണ്, രാത്രിയാണ് കൂടുതൽ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഇത് ഹേമന്തകാലമാണ്. ഹേമന്ത കാലമാണ്. ഡിസംബർ 23 അല്ലെ,
ഇതിനെയാണ് ശൈത്യ അയനാന്ത ദിനം. ഡിസംബർ എന്ന് വെച്ചാൽ ശൈത്യമല്ലേ, മഞ്ഞ് കാലമല്ലേ, ക്രിസ്മസ് അല്ലേ, വിന്റർ സോൾസ്റ്റിസ്, ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിച്ചു. അപ്പോ ഹേമന്തകാലമാണ് എന്ന് പിടികിട്ടി. അപ്പോ ഇത് വേനലിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. ചൂടൊക്കെ കുറയുന്നു, പകലിന്റെ ദൈർഘ്യമൊക്കെ കുറയുന്നു, രാത്രിയുടെ ദൈർഘ്യമൊക്കെ കൂടുന്നു, മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്നു. ഇനി ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിച്ച് ഡിസംബർ 22-ല് ദക്ഷിണായന രേഖയിൽ നിൽക്കുക, വടക്കോട്ട് പോയി എപ്പോഴാണ് മാർച്ച് 21 ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ക്ലിയർ ആണ്? ഇതാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം. അപ്പൊ നമ്മൾ പറഞ്ഞത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, ഭൂമധ്യരേഖയിൽ നിന്ന് ജൂൺ 21 ആയപ്പോഴത്തേക്ക് എവിടെ എത്തി? ഇത് ഉത്തരായന രേഖയിലെത്തി, ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലെത്തി. അപ്പോ വസന്തമാണ് ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തമാണ്. ജൂൺ 21 സെപ്റ്റംബർ 23 ആയപ്പോൾ വീണ്ടും തിരിച്ച് ഭൂമധ്യരേഖയിലാണ് എത്തുന്നത്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മമാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് എത്തുന്നു. അപ്പൊ ഹേമന്തം, വസന്തം. ഡിസംബർ 22 ടു മാർച്ച് 21 ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിൽ എത്തുന്നു. അപ്പോ ശൈത്യം, ഗ്രീഷ്മം. 4 കാലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, വസന്തത്തിന്റെ കൂടെ വസന്തം വന്നു കഴിഞ്ഞാൽ ഗ്രീഷ്മയുണ്ട് അല്ലെ? വസന്തനും ഗ്രീഷ്മയും. ഇനി അല്ല, വസന്തത്തിന്റെ കൂടെ ഹേമന്തം, ഹോമമാണ്. വസന്തന് ഈ ഹോമം ചെയ്യുന്ന ആളാണ് വസന്തൻ, ഹോമമാണുള്ളത്. ഗ്രീഷ്മയ്ക്കാണെങ്കിൽ ഗായുണ്ട്, ഷായും ഈ ഗായും ഒരുപോലെ ഇരിക്കുന്നു, ശൈത്യം. ഇവിടെ ഹേമന്തം വന്നപ്പോ തിരിച്ച് വസന്തം വന്നു, ശൈത്യം വന്നപ്പോ ഗ്രീഷ്മം വന്നു. ഗ അല്ലെ, മറ്റൊരു രണ്ട്. അപ്പൊ ഈക്വലാണ്. വസന്തത്തിന്റെ വാ എന്ന് പറയുന്ന സംഭവം ഹേമത്തിന്റെ ഈ സംഭവം ഒക്കെ ഒരുപോലെ ഇല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ പൊതുവായി 4ആയി തിരിച്ചെങ്കിലും യഥാർത്ഥത്തില് ഇന്ത്യയില് മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ 6 എണ്ണം ഉണ്ട്. വസന്തകാലമുണ്ട്, ഗ്രീഷ്മകാലമുണ്ട്, വർഷകാലം, ശരത്കാലം, പിന്നെ ഹേമന്തം, ശിശിരം. അപ്പൊ ഏതൊക്കെയാണ്? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഇനി ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഇത് ദക്ഷിണായനം എന്നാണ് പറയുന്നത്. ഉത്തരായനവും ദക്ഷിണ അയനവുമുണ്ട്. സൂര്യന്റെ ദക്ഷിണായനം, ഉത്തര അയനം, ഇത് രണ്ടും ഉണ്ട്. ഇനി 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലാണ്. 6 മാസക്കാലം പകലാണ്. മാർച്ച് ടു സെപ്റ്റംബർ വരെ 6 മാസക്കാലം ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പൊ അവിടെ പകലാണ്. സെപ്റ്റംബർ ടു മാർച്ച് നീണ്ടു നിൽക്കുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പൊ അവിടെ രാത്രിയാണ്, തുടർച്ചയായി രാത്രിയാണ്. ക്ലിയർ ആണ്? അപ്പോ നമ്മൾ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് ടു സെപ്റ്റംബർ പകലാണ്. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ ടു മാർച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ രാത്രിയായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ പകലാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രി, ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകൽ. അപ്പൊ മാർച്ച് ടു സെപ്റ്റംബർ ഉത്തരാർദ്ധഗോളത്തിൽ പകലാണ്, സെപ്റ്റംബർ ടു മാർച്ച് ഉത്തരാർദ്ധഗോളത്തിൽ രാത്രിയാണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എഴുതിയത് ആരാണ്? എസ്.കെ. പൊറ്റക്കാടാണ്. അർദ്ധരാത്രിയിലും സൂര്യൻ, ഒരു ദിവസമല്ല 6 മാസത്തോളം അന്റാർട്ടിക്ക, ആർട്ടിക് വൃത്തത്തില് ഇതാണ് സ്ഥിതി. പകൽ എന്ന് പറയുമ്പം സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതേണ്ട കാര്യമില്ല. പകൽ 1-2 മണിക്കൂർ മാത്രമൊക്കെ ഉള്ളൂ. ഇവിടെ ജനജീവിതം, കൃഷി ഒക്കെ ഈ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് മാറ്റിയിരിക്കുന്നു. ഇനി ഒരു ദിവസത്തെ ഏറ്റവും വലിയ ചൂട് എത്ര മണിക്കാണ്? അത് 2 മണിക്കാണ്.
പ്രാദേശിക സമയം എന്താണ് എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ പറയാൻ പോകുന്നത് 1 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്. 1 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്. 15 ഡിഗ്രി രേഖാംശം തിരിയുമ്പോൾ 1 മണിക്കൂർ വേണം. സമയവ്യത്യാസം ഉണ്ടാകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീനിച്ച് സമയം എന്താണ്, ടൈം സോൺ എന്താണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ. ഇംഗ്ലണ്ടില് റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്താണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുമെന്നും ഈ നിർണയിക്കപ്പെടാൻ വേണ്ടത് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് തന്നെയാണ് മലയാളത്തിലും. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് പറയുന്നത്. അപ്പോ ലോകത്ത് എവിടെയുള്ള പ്രാദേശിക സമയം നോക്കണമെങ്കിൽ പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് തന്നെയാണ് പറയുന്നത്. 1 മണിക്കൂർ വീതമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ വീതമുള്ള 24 മേഖലകൾ, ടൈം സോൺസ്. പ്രൈം മെറിഡിയൻ എന്ത്, ഗ്രീനിച്ച് സമയം എന്ത് എന്ന് മനസ്സിലായി. ഇനി സ്റ്റാൻഡേർഡ് സമയം. ഓരോ രേഖാംശയിലും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഡൽഹിയിലെ സമയമല്ല കേരളത്തിൽ, ഇനി കേരളത്തിലെ സമയമല്ല ദുബായിലും അമേരിക്കയിലും വ്യത്യാസമുണ്ട് അല്ലെ. അന്നേരം രാജ്യത്തിന് മുഴുവനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവിടെ തീരുമാനിച്ചത്. അപ്പൊ രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. മാനക രേഖാംശയിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ മാനക സമയം. IST ആണ് പൂർവ്വരേഖാംശം 68 to 97. 82 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. 82 ഡിഗ്രി ഈസ്റ്റ് പൂർവ്വമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പോ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുസമയമായി അംഗീകരിച്ചത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നു. ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസം 150 ഡിഗ്രി കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. ഒരു ദിവസം കിട്ടുകയും ഒരു ദിവസം നഷ്ടപ്പെടുകയും ഒക്കെ ചിലർക്ക് സംഭവിക്കും. അപ്പൊ ഗ്രീനിച്ച് സമയം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. 5.5 മണിക്കൂർ മുമ്പിലാണ്. ഒരു സമയം തന്നിട്ട് ഇപ്പോ ഇന്ത്യയുടെ സമയം എത്രയാന്ന് ചോദിക്കും. 3 മണിക്കൂറാണ് തുർക്കിയിലെ സമയം. ഇന്ത്യയിലെ സമയം എത്ര? അപ്പൊ 5.5 മണിക്കൂർ മുമ്പിലാണ് എന്ന് നമ്മൾ ഓർക്കുക. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന നോക്കുക. എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യക്ക് നമ്മുടെ സമീപ ദിനം എന്നാണ്? സൂര്യ സമീപ ദിനം ജനുവരി 3. വിദൂര ദിനം ജൂലൈ 4. അടുത്തത് വിഷുവങ്ങൾ എന്നാണ്? സെപ്റ്റംബർ 21 മാർച്ച് 21. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്? ജൂൺ 21. ഡിസംബർ 22 കണ്ടില്ലായിരുന്നോ? അതെന്താണ്? നമ്മളുടെ ഉഷ്ണത്തിന്റെ അയനാന്ത ദിനമാണ്. സമ്മർ സോൾസ്റ്റേസ് ആണ്. ഇനി നമുക്കറിയേണ്ടത് എത്ര ഡിഗ്രിയാണ് ഇത് നിലനിർത്തുന്നത് പരിക്രമണത്തിലുടനീളം? 23 ഡിഗ്രിയാണ് ലംബത്തില്. ഇനി അല്ലാതെ നോക്കുകയാണെങ്കിൽ, ലംബം എന്നല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 66 ഡിഗ്രി എന്ന് പറയും. 66.5 ഡിഗ്രി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. ഈ എത്ര ടൈം സോണുകൾ ലോകത്തുണ്ട്? എത്ര ടൈം സോണുകൾ ലോകത്തുണ്ട്? നമ്മുടെ ആൻസർ 24 ടൈം സോണുകളാണ് ലോകത്തുള്ളത്. ഇനി ഭൂമിയില് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ പെടാത്തത് എന്താണ്?
ഞാൻ ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ ഉത്തരം പറയുക. സൂര്യന്റെ അയനം, അച്ചുതണ്ടിന്റെ സമാന്തരത, ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ പരിക്രമണം, ഇതില് ഏതാണ് ഋതുഭേദങ്ങൾക്ക് കാരണം ആകാത്തത്? ഏതാണ് നമ്മുടെ ആൻസർ? കാരണമാകാത്തത് ഏതാണ്? അയനം കാരണമാകുന്നില്ലേ? ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നില്ലേ? അയനം ആകുന്നുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരതയും പരിക്രമണവും കാണുന്നുണ്ടോ? ഭ്രമണം കാരണമാകുന്നുണ്ടോ? ഭ്രമണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പോൾ ഭ്രമണം തന്നെയാണ് ഉത്തരം. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലുണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലുണ്ടാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? ചോദ്യം ചോദിക്കാം. ഒന്നാമത്തത് ഡിസംബർ 22, മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23. ഉത്തരാർദ്ധഗോളം ഹ്രസ്വമായ പകല്. ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ഉത്തരം? ഉത്തരാർദ്ധഗോളത്തില് മാർച്ച് 21 സെപ്റ്റംബർ 23 ഈക്വൽ പകൽ രാത്രിയാണ് അല്ലെ? അത് രണ്ടും അല്ല. ഇനി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ദീർഘമായ പകൽ ഉണ്ടാകുന്നത്. അപ്പൊ ഉത്തരം ഡിസംബർ 22 അല്ലേ? ഡിസംബർ 22 ഹ്രസ്വമായ പകൽ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. മാർച്ച് 21 ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ഏത് കാലമാണ്? ഹേമന്തകാലം, ഉഷ്ണകാലം, ശൈത്യകാലം, അതുപോലെ വസന്തകാലം. ആലോചിച്ച് നോക്കിയ, മാർച്ച് 21 ടു ജൂൺ 21 വരെ പൊതുവെ അറിയപ്പെടുന്നത്, പൊതുവെ എന്താണ് അറിയപ്പെടുന്നത്? വസന്തകാലമാണ്. വസന്തകാലമാണ് പൊതുവെ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഡൗട്ട് ഉണ്ടോ? ആണോ? വസന്തകാലമാണോ? ആലോചിച്ച് നോക്കുക. ഓക്കെ. അപ്പോ നമ്മളുടെ ഉത്തരം മാർച്ച് 21 ടു ജൂൺ 21. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്, ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് ഏതാണ്? വസന്തകാലം. വസന്തകാലം. അടുത്ത ചോദ്യം, വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തേക്കുള്ള മാറ്റം എന്താണ്? വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തേക്കുള്ള മാറ്റമാണ് ഹേമന്തകാലം. ഉത്തരം ഹേമന്തകാലം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? രേഖാംശീയ വ്യാപ്തി എത്രയാണ്? ഉത്തരം പൂർവ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. 1 ഡിഗ്രി രേഖാംശ രേഖ തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്ര? 1 ഡിഗ്രി തിരിയാൻ എത്ര സമയം വേണം? ഭൂമിക്ക് 4 മിനിറ്റ് വേണം. 1 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് 4 മിനിറ്റ്. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ക്ലിയർ ആണ്? ഇതൊക്കെ എക്സാമുകളുടെ ചോദ്യമാണ്. ലോകത്തെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഗ്രീനിച്ചിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള രേഖാംശീയ വ്യത്യാസം എത്രയാണ്? ഗ്രീനിച്ചിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള രേഖാംശീയ വ്യത്യാസം എത്രയാണ്? നമ്മുടെ ഉത്തരം 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82 ഡിഗ്രി ഈസ്റ്റ്, കിഴക്കോട്ടാണ്. ഗ്രീനിച്ച് രേഖയുടെ മറ്റൊരു പേരെന്താണ്? ഗ്രീനിച്ച് രേഖ പ്രൈം മെറിഡിയൻ എന്നും ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നു. സമരാത്ര ദിനങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 സമരാത്ര ദിനങ്ങൾ. അന്താരാഷ്ട്ര രേഖ കടന്നു പോകുന്ന ഒരു കടലിടുക്ക് ഏതാണ്? അന്താരാഷ്ട്ര രേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. ബെറിംഗ് കടലിടുക്ക്. ഇന്ത്യയിലെ ശരത്കാലം ഏതാണ്? സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഇന്ത്യയിലെ ശരത്കാലം. ഭൂമി 30 തിരിയുമ്പോൾ എത്ര മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു? 30 തിരിഞ്ഞാൽ 2 മണിക്കൂർ. 15 മിനിറ്റ് അല്ലേ? ഇപ്പൊ 2 മണിക്കൂറാണ് സമയ വ്യത്യാസം ഉണ്ടാകുന്നത്. സൂര്യവിദൂര ദിനത്തിൽ ഭൂമി സൂര്യൻ തമ്മിലുള്ള അകലം എത്ര? 152 ദശലക്ഷം കിലോമീറ്റർ ആണ് ഭൂമി സൂര്യൻ അകലം.
ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രിയാണ്. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഋതു ഏതാണ്? മെയ് ജൂൺ മാസങ്ങളില് ഗ്രീഷ്മകാലം. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം.